ആരാണ് നിങ്ങളുടെ ഭാര്യയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈ കോടതി ഹാജരുണ്ടോ? ആ ഉണ്ട്. അദ്ദേഹം ഈ കോടതിയിലെ പ്രശസ്തനായ ഒരു വക്കീല, അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. ഗൂഗിൾ, ഗൂഗിള് എന്താ കോടതി പറയാൻ പോകുന്ന? സത്യം മാത്രം. എന്റെ മോള്. അമ്മേ, ഞാൻ പറഞ്ഞൊക്കെ മറന്നുപോയോ? കേസ് വിളിച്ചോളൂ. CC നമ്പർ 508/2026, പെറ്റീഷണർ സച്ചിദാനന്ദൻ. പെറ്റീഷണറുടെ വക്കീലാരാണ്? യെസ് യുവർ ഓണർ, ഞാനാണ് പെറ്റീഷണേഴ്സ് കൗൺസിൽ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതിയുടെ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ കേസെന്നൊന്ന് ബ്രീഫ് ചെയ്യാമോ? യുവർ ഓണർ, ഈ നിൽക്കുന്ന എന്റെ കക്ഷിയായ പെറ്റീഷണർ സച്ചിദാനന്ദന് അദ്ദേഹത്തിന്റെ ഭാര്യ അർച്ചനയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 10 വർഷം കഴിഞ്ഞു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കക്ഷിയെ ഉപേക്ഷിച്ച് അർച്ചന കുഞ്ഞിനെ എടുത്ത് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു. റീസൺ? ചില കുടുംബ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. Then what happened? What is the grievance of this petition? പറയാം യുവർ ഓണർ. കഴിഞ്ഞ 10 വർഷങ്ങളായി എന്റെ കക്ഷിയായ സച്ചിദാനന്ദൻ അർച്ചനയും കുഞ്ഞിനെയും അന്വേഷിച്ച് അലഞ്ഞു തിരിയുകയായിരുന്നു. ആദ്യം പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള അമിതമായ സ്നേഹത്താൽ എന്റെ കക്ഷിയായ സച്ചി നിരന്തരം അവരെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കണ്ടെത്തിയോ? യെസ് യുവർ ഓണർ. 10 വർഷങ്ങൾക്ക് ശേഷം
സച്ചി തന്റെ ഭാര്യയെ കണ്ടെത്തി. അർച്ചന, എന്നിട്ട് ഇനിയുള്ള സംഭവങ്ങൾ എന്റെ പെറ്റീഷണർ തന്നെ ഈ കോടതിക്ക് മുമ്പാകെ വിശദീകരിക്കും. യെസ് പ്രൊസീഡ്, പറഞ്ഞോളൂ. സച്ചി, പറയാനുള്ളത് മുഴുവൻ കോടതിക്ക് വ്യക്തമായി മനസ്സിലാക്കത്തക്ക വിധം ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരി. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണം. യെസ്. എന്റെ ഭാര്യയും മകളെയും കഴിഞ്ഞ 10 വർഷമായി ഒരാൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ആരാണ് നിങ്ങളുടെ ഭാര്യയെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈ കോടതി ഹാജരുണ്ടോ? ആ, ഉണ്ട്. അദ്ദേഹം ഈ കോടതിയിലെ പ്രശസ്തനായ ഒരു വക്കീല, അഡ്വക്കേറ്റ് ഗോകുൽ രാജ്. നിങ്ങൾ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ പറ്റിയാണോ? ആ, അതെ. കൗൺസിൽ എന്താ ഇതൊക്കെ? നിർഭാഗ്യവശാൽ ഈ കോടതിയിൽ എന്റെ കക്ഷി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, യുവർ ഓണർ. അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ ഭാര്യ സമൃദ്ധ തന്നെയാണ്. സച്ചിയുടെ നഷ്ടപ്പെട്ടു പോയ ഭാര്യ അർച്ചന എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഞാൻ ഈ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സച്ചിയുടെയും അർച്ചനയുടെയും കല്യാണത്തിന്റെ ഫോട്ടോകളും വീഡിയോയും എല്ലാം ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാവുന്നതാണ്. യെസ്, യു കണ്ടിന്യൂ. എന്റെ ഭാര്യ അർച്ചനയും കുഞ്ഞും 10 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയ ആ രാത്രിയിൽ അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ കാറിന് മുമ്പിൽ ഒരു അപകടത്തിൽപ്പെട്ടു. അപകടം പറ്റി എന്റെ ഭാര്യയും മകളെയും അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ ആക്സിഡന്റിനെ തുടർന്ന് എന്റെ ഭാര്യ അർച്ചനയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. ഭാര്യ മരണപ്പെട്ടുപോയ അഡ്വക്കേറ്റ് ഗോകുൽ രാജ് എന്റെ ഭാര്യ അർച്ചനെ പേര് മാറ്റി സമൃദ്ധ എന്ന പഴയ ഭാര്യയുടെ പേരിൽ ഇത്രയും കാലം മറ്റാരും അറിയാതെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയായിരുന്നു.